വ്രതശുദ്ധിയുമായി വീണ്ടും ഒരു വൃശ്ചിക മാസം. വിണ്ണിൽ നിന്നും മണ്ണിലേക്കിറങ്ങിയ ശ്രീഭൂതനാഥന്റെ അനുഗ്രഹം തേടി ഭക്തർ ശബരിമല തീർത്ഥാടനം തുടങ്ങി. നെയ്യഭിഷേകപ്രിയനായ ശബരിമല ശ്രീ അയ്യപ്പ സന്നിധിയിൽ ഇരുമുടിക്കെട്ടിൽ 1008 നെയ്ത്തേങ്ങയുമായി സോമനാചാരി വീണ്ടും. കോട്ടയം ജില്ലയിൽ നീണ്ടൂർ ശ്രീ തൃക്കയിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് സോമനാചാരി 11ാം തവണയും ശബരിമലയ്ക്ക് പുറപ്പെട്ടത്. പ്രമുഖ പാമ്പ് പിടുത്തക്കാരൻ കൂടിയായ സോമനാചാരി മുൻപ് നീണ്ടൂരിലെ ചുമട്ടുതൊഴിലാളിയായിരുന്നു. 1008 നെയ്ത്തേങ്ങയുമായി മല കയറി വന്ന ശ്രീ സോമനാചാരിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രത്യേക സ്വീകരണം ഏർപ്പെടുത്തുകയും പൊന്നാട അണിയിച്ച് ആദരവ് അർപ്പിക്കുകയും ചെയ്തു. സ്വാമി ശരണമയ്യപ്പ. എൻ്റെ പേര് സോമനാചാരി. ഞാൻ നീണ്ടൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് എല്ലാ കൊല്ലവും ശബരിമലയ്ക്ക് ഈ 1008ഉം 9ഉം ഒക്കെ കൊണ്ടുവരുന്നത്. അത് നീണ്ടൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് നിറച്ച്. മന്ത്രി വാസവൻ എത്തിക്കുന്നു. അദ്ദേഹം കൃത്യ ടൈമിന് കയറി വന്നു. ശബരിമലത്തെ മുൻ മേശാന്തി ശങ്കരൻ നമ്പൂരി ഉണ്ടായിരുന്നു. ഇവരെല്ലാം നിൽക്കുകയാണ് ഇതെല്ലാം നിറച്ച്. വാസവൻ 6 നിറച്ചു. ബാക്കിയുള്ളതൊക്കെ ജനങ്ങൾ ഭക്തജനങ്ങളെല്ലാവരും കൂടി നിറച്ചു.
പമ്പയിലോട്ട് ഇറങ്ങിയ ഉടനെ അവിടുന്ന് എടുത്ത് ഗണപതി ക്ഷേത്രത്തിൽ അവിടെ വെച്ചു. അവിടുന്ന് പിന്നെ രണ്ടാമത് പിടിച്ച് രണ്ട് പന്തൽ ഇങ്ങനെ കണക്കൂട്ടിയ വെച്ച് പോകുന്നു. മടുക്കുന്നിടത്ത് വെക്കും. അപ്പോൾ അന്നേരം തൃശ്ശൂരിൽ നിന്ന് 3 അയ്യപ്പന്മാർ സഹായത്തിനെത്തി. കഴിഞ്ഞ പോലും ഇതേമാതിരി തൃശ്ശൂരിൽ നിന്ന് ഭഗവാൻ ഉന്തിക്കൊണ്ട് വന്നാന്ന് തോന്നുന്നു. അവർ തള്ളിക്കൂടെ അങ്ങ് വരെ ഉണ്ടായിരുന്നു. തൃശ്ശൂർ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിലെ തന്ത്രിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹവും തള്ളി അങ്ങാറ്റം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് സ്വീകരണം കിട്ടുന്നിടം വരെ പമ്പയിൽ നിന്ന് നടന്ന് ഇത്ര സ്ഥലത്ത് വെച്ച് എല്ലായിടത്തും കയറി ചെന്നു സ്വീകരണമൊക്കെ തന്ന് ദേവസ്വം മാനേജരും ദേവസ്വം പ്രസിഡൻറ്റും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരുടെ കൂട്ടത്തിൽ തന്നെയാണ് കയറിപ്പോയത്. അതിനും തടയാൻ തുടങ്ങും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. സ്വീകരണവും കഴിഞ്ഞ് അവിടുന്ന് പോരുകയും ചെയ്തു. പിന്നെ കൃത്യം 3 മണിയായപ്പോൾ വീട്ടിൽ വന്നു. ഈ വർഷവും നീണ്ടൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ശ്രീ സോമനാചാര്യയുടെ കൂടെ 3ാമത്തെ വർഷമാണ് ഞാൻ മലയ്ക്ക് പോകുന്നത്. അയ്യപ്പൻ്റെ അനുഗ്രഹത്താലും ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹത്താലും അത് മംഗളമായി നടന്നു. സ്വാമിയുടെ കൂടെ പോയതുകൊണ്ട് ദർശനം നല്ല സുലഭമായിട്ട് കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ അവിടെ വൻ സ്വീകരണങ്ങൾ ഉണ്ടായിരുന്നു സോമനാചാര്യക്ക്. ആ കൂടെ അതിൽ ഭാഗമാകാൻ എനിക്കും പറ്റി. സ്വാമിയുടെ അനുഗ്രഹത്താലും സ്വാമിയുടെ അനുഗ്രഹത്താലും എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടന്നു. ഞാൻ അവിടുന്ന് അഭിഷേകിച്ച നെയ്യ് തന്നു. മൊത്തം 10-60 മുദ്ര അകത്തോട്ടെടുത്തു. അതൊരു 6 ദിവസം വഴിപാട് നടത്തിക്കോളാം എന്നാണ് പറഞ്ഞെങ്കിൽ രാവിലെയുള്ളൂ ഈ നെയ്യഭിഷേകം, ശരിയായ നെയ്യഭിഷേകം വെളുപ്പിനെ നടത്തുന്നതാണ്. അത് നടത്തിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ മേശാന്തിയുടെ റൂമിൽ ചെന്നപ്പോൾ മേശാന്തി ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് വന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. മാനേജരുമൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. നമ്മൾ ചെല്ലുന്നത് നോക്കി നിൽക്കുമായിരുന്നു.